യുദ്ധത്താൽ തകർന്ന യുക്രൈനിൽ ആയുധങ്ങളുടെ ശബ്ദം നിശബ്ദമാക്കപ്പെടട്ടെ. 2024 ക്രിസ്മസ് ദിനത്തിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ബാൽക്കണിയിൽ നിന്നും അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ലോകം അത് ഏറ്റു പറഞ്ഞു. അതെ, കത്തോലിക്ക സഭയുടെ മാത്രമല്ല, മനുഷ്യരാശിയുടെ തന്നെ തീരാ നഷ്ടമാണ് ഈ വിട. മാറ്റങ്ങളുടെ വക്താവായിരുന്ന അരികുവൽക്കരിക്കപ്പെട്ടവരുടെ മഹാ ഇടയനാണ് കാലം ചെയ്തത്. 1936 അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിൽ ജനിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ ബെനഡിക്ട് 16 സ്ഥാനത്യാഗത്തിന് ശേഷം 2013 മാർപ്പാപ്പയായി സ്ഥാനമേറ്റെടുത്തത്. ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയായി ചരിത്രം കുറിച്ച അദ്ദേഹം താൻ സ്ഥാനത്തിരുന്ന കാലത്തുടനീളം നിലപാടുകളിലെ വൈവിധ്യം കൊണ്ട് ശ്രദ്ധ നേടി. പുരോഹിതനാകുന്നതിന് മുമ്പ് സെക്യൂരിറ്റി ഗാർഡായും തൂപ്പക്കാരനായും വരെ ജോലി ചെയ്തിട്ടുള്ള അദ്ദേഹം എന്നും മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ടാണ് നിലപാടുകൾ സ്വീകരിച്ചിരുന്നത്. ലൈംഗിക ന്യൂനപക്ഷത്തോട് സഹാനുഭൂതിയോടെ പെരുമാറിയ പാപ്പ സ്വർഗാനുരാഗം കുറ്റകരമല്ലാതാക്കണമെന്നും LGBTQ+ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്കും അനുഗ്രഹം നൽകാമെന്നും നിർദ്ദേശിച്ചു. വലിയ കോളിളക്കമാണ് അത് സഭയ്ക്കുള്ളിൽ ഉണ്ടാക്കിയത്. പാപ്പൽ ഭരണ വകുപ്പുകളിൽ സ്ത്രീകൾക്ക് സ്ഥിരം നിയമനം നൽകിയതും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്താണ്. ഗാസ യുദ്ധത്തിൽ ഇസ്രയേലിനെ വിമർശിച്ച മാർപ്പാപ്പ പശ്ചിമേഷ്യയിലെ പലസ്തീനുകളുടെ സുരക്ഷയ്ക്കായി തുടർച്ചയായി വാദിച്ച വ്യക്തി കൂടിയാണ്. അമേരിക്കയും ക്യൂബയും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കാൻ ഇടനില നിന്നതും വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സമ്മർദ്ദ രീതികളെ എതിർത്തതും മാർപ്പാപ്പയെ ചരിത്രത്തിന്റെ ഭാഗമാക്കി. വധശിക്ഷ പാപമാണെന്നും അത് നിർത്തലാക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. കനേഡിയൻ ആദിവാസികൾക്കെതിരായ വംശഹത്യയിൽ മാപ്പ് ചോദിച്ച മാർപ്പാപ്പയെ ആർദ്രതയുടെ പ്രതിരൂപമായി ആളുകൾ ഏറ്റെടുത്തു. ചരിത്രത്തിൽ ആദ്യമായി ഗൾഫ് സന്ദർശിച്ച മാർപ്പാപ്പ കൂടിയാണ് പോപ്പ് ഫ്രാൻസിസ്. ഗൾഫ് മണ്ണിലേക്ക് ആദ്യമായി എത്തിയ മാർപ്പാപ്പയെ സ്വാഗതം ചെയ്യാൻ അന്ന് 2019 UAE ഭരണകൂടം ഒന്നിച്ചെത്തിയിരുന്നു. ഇറാഖ്, തുർക്കി, ബഹ്റൈൻ, മൊറോക്കോ തുടങ്ങിയ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ സന്ദർശിച്ച പാപ്പ മതസൗഹാർദ്ദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലോകത്തോട് വിളിച്ചോടി. 2014 പലസ്തീനിലും ഇസ്രയേലിലും എത്തി ഭരണാധികാരികളെ ഒന്നിച്ചു നിർത്തി മാർപ്പാപ്പ പ്രാർത്ഥന നടത്തി. അന്നത്തെ ഇസ്രായേൽ പ്രസിഡന്റ് ഷിമോൺ പെരസും പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുത്തു. അത്യപൂർവമായിരുന്നു ആ കാഴ്ച. ഇങ്ങനെ പുരോഗമന നിലപാടുകളുടെയും ആർദ്രതയുടെയും എണ്ണിയാലൊടുങ്ങാത്ത ഉദാഹരണങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന പേരിനൊപ്പം ചേർത്തു വായിക്കേണ്ടതുണ്ട്. അതേ പാപ്പ, മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഓർമ്മിക്കപ്പെടും.